അങ്ങോട്ടും അവരുടെ വാക്ക് വരികയാണെങ്കിൽ അവര് മേലും തല്ല് എവിടെയൊക്കെ തല്ലുന്ന വരൊന്നും പറയാമില്ല. ഇപ്പം തന്നെ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇനി കയറാത്ത ആസ്പത്രികളോ മറ്റുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ല. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയതാണ്. പലതായിട്ട് മൂക്കിനുള്ളിൽ നിന്ന് രക്തവും ജലമൊക്കെ വരുന്നത് അവിടുത്തെ അടിയും കാരണങ്ങളൊക്കെയാണ്. മലമൂത്രമൊക്കെ ഒരു തെറ്റിച്ചിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. വെള്ളം ചോദിച്ചാൽ മൂത്രം കുടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഏർവാടിയെ സംബന്ധിച്ചോളം അങ്ങനെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരുപാട് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് നേരം പറയാനുണ്ട്. കാരണം വെച്ചാൽ അത് പറഞ്ഞാൽ തീരൂല. സ്വപ്നദർശനത്തില് ബാധിച്ചു വന്ന് ചികിത്സിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാല് അവിടെ ഈ സ്വപ്ന എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയൊരു ഇതാണ്. കാരണം വെച്ചാൽ അതൊരു തട്ടിപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്വപ്നാടം എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആണും പെണ്ണും കലർന്നാണ് അവിടെ കിടക്കുന്നത് തന്നെ. പള്ളിയുടെ മുമ്പിൽ ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം കലർന്ന് കിടപ്പുണ്ട്. അതിൽ ആരെങ്കിലും വന്ന് ഇപ്പോ ഒരു അവിചാരിതമായ പെണ്ണുങ്ങളെ ചെറുപ്പക്കാർ പെൺകുട്ടികളെ വേറെ ആരെങ്കിലും ബന്ധപ്പെടുമ്പോഴായിരിക്കും അവർ പറയുന്നത് അത് സ്വപ്നത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളില്ലാത്ത സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ സ്വപ്നത്തിൽ ഞാൻ ഇതുവരെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. കാരണം അവിടെ ഒരുപാട് വൃത്തികൾ നടക്കുമ്പോഴും അത് സ്ത്രീകൾ പറയുന്നത് അത് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനായി എന്നാ പറയുന്നത്. പക്ഷെ ഈ സ്ത്രീകൾ പലരും നേരം വെളുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ പറയുന്നല്ലാതെ അതെന്താണ് അനുഭവം എന്നുള്ള ആർക്കും അറിയത്തില്ല. കാരണം അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആരും അവിടെ നടന്നാൽ തന്നെ പുറത്തു പറയത്തില്ല. ദർഗയിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്തു പറഞ്ഞാൽ കണ്ണുപൊട്ടി പോകുന്നതാണ് കമ്മിറ്റിക്കാരെല്ലാവരും പറയാറ്. കാരണം പെണ്ണുങ്ങൾ അവിടെ ഈ മിക്കവാറും ദർഗന്റെ മുമ്പിൽ വന്ന് കിടക്കണമെന്നാണ് കമ്മിറ്റിക്കാർ ഓർഡർ. റൂം എടുത്തു കഴിഞ്ഞാൽ റൂമിൽ കിടക്കാൻ പാടില്ല. ദർഗന്റെ മുമ്പിൽ വന്ന് കിടന്നാൽ ഇബ്രാഹിം ബാദിഷ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരും പല കാര്യങ്ങളും. അപ്പൊ നിങ്ങളുടെ സൂക്കേട് ഭേദമായി കിട്ടുന്നതാണ് അവർ ഈ കമ്മിറ്റിക്കാരുടെ ഓർഡർ. ആ കമ്മിറ്റിക്കാരുടെ ഓർഡർ പ്രകാരം റൂം എടുത്ത് എത്ര വലിയ വ്യക്തികളായാലും എല്ലാ പെൺകുട്ടികൾ 10,000 പേര് കിടക്കാനും കഴിയാവുന്ന ഒരു സ്ഥലമാണ് അത്. 2-3 ലൈറ്റ്, കാരണം ലൈറ്റ് വെളിച്ച് വെട്ടം രാത്രിയാകുമ്പോൾ ഈ വാച്ചവന്മാർ ഈ ലൈറ്റുകൾ 2-3 ലൈറ്റ് അടച്ചു കളയും. കാരണം എന്ന് പറഞ്ഞാൽ 2-3 ലൈറ്റ് പള്ളിയുടെ ഫ്രണ്ടിൽ എവിടെയും കിടക്കും. ബാക്കി ഈ ജനങ്ങൾ കിടക്കുന്ന ഇടത്തിൽ ലൈറ്റ് ഇല്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അവർക്ക് ഉറങ്ങണ്ടെന്നാണ്. പക്ഷെ അവിടെ നടക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി പ്രകാരം ആണ് എന്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്. പിന്നെ അവിടെ രോഗികൾ എന്ന് പറഞ്ഞ് കെട്ടിയിരുന്നത് ഒന്നും രോഗികളല്ല. കാരണം അവര് നിത്യസമ്പന്നക്കാരാണ്. കാരണം അവര് രാവിലെ വരുന്നു വൈകുന്നേരം പോകുന്നു. അതാണ് അവിടെ പതിവ്. കാരണം വെച്ചാൽ അവര് 100-150 രൂപ ശമ്പളം കൊടുത്ത് ചങ്ങലമ്മ കിടക്കുന്ന അവരെ കഴിച്ച് ചങ്ങല 2 കാലിലും കൂട്ടിയിട്ട് അവിടെ മരത്ത് കൊണ്ടിടും. ഉച്ചക്ക് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഹോട്ടലിന് അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, മിസ്കിൻ ഹോട്ടൽ. അവിടെ നിന്നാണ് ഈ ഇരിക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളുണ്ട് അങ്ങനെ തന്നെ. പെണ്ണുങ്ങൾ മുഖം കെട്ടിക്കഴിഞ്ഞാൽ ഏത് പെണ്ണാന്ന് നമുക്കറിയില്ലല്ലോ. മുഖം കെട്ടുമ്പോൾ മണ്ണില് തുള്ളിച്ചാടലും പിടിക്കലും ആ വൈകുന്നേരം സ്ഥിരം പതിവാണ്. വേജനം എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏർവാടി സന്ദർശിക്കാൻ വരുന്ന കൂട്ടത്തിൽ ഇവര് പല ആൾക്കാരും പെണ്ണുങ്ങൾ വേഷം കെട്ടി അവിടെ തുള്ളലും പിടിക്കലും കാണാം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കും ഇത് അവിടെ ഔലിയാക്കന്മാരുടെ വർക്കത്ത് കൊണ്ടായിരിക്കും തുള്ളുന്നത് എന്നൊക്കെയാണ് ഞാനും മനസ്സുകൊണ്ട് കണക്കാക്കിയത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഞാൻ തന്നെ നേരിൽ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഈ അവിടെ ചങ്ങല കിട്ടുന്ന ആൾക്കാരില് ഇവരെ നമ്മളെ കൂടെ കൊണ്ടിടുന്നില്ല. ഈ 10-500 ആൾക്കാർ കിടക്കുന്ന ഷെഡുകളിൽ ഈ പകല് ചങ്ങലയിൽ കിടക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ റൂമിന്റെ ഉള്ളിൽ കണ്ടില്ല. അപ്പോ ഞാൻ എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കുമ്പോ അവര് പറയാ അവരൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടിടുന്ന അത് നോക്കിയിട്ട് നമ്മൾ നോക്കണ്ട, നമ്മൾ നോക്കി നമുക്ക് അടി കിട്ടും, നമ്മൾ ആ ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മളെ കൂടെ കിടക്കുന്ന രോഗികളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പറയും. അപ്പൊ ജീവൻ ചെയ്യില്ല. പിന്നെ അവിടെ ഈ സ്ത്രീകളെ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കിടക്കുന്ന സെല്ലിൽ 6 മണിക്ക് നമ്മളെ കൊണ്ട് കിടക്കും. നമ്മൾ 6 മണിക്ക് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെല്ലാണ് സ്ത്രീകൾ. അവര് ഈ ഭ്രാന്തണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവര് നഗ്നായിട്ടൊക്കെ നമ്മളെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീനെയും പുരുഷടുത്ത് കാണിക്കാൻ തന്നെ പാടില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ ഏർവാടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പേരുള്ള സ്ഥലമാണ്. അപ്പൊ പല സ്ഥലങ്ങളിൽ ഈ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് നഗ്നായിട്ടും കൂടി ആ നിലക്ക് വേണമെങ്കിൽ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ ഈ പെണ്ണുങ്ങളൊന്നും കാണാറ് പതിവില്ല. നല്ല നല്ല പെണ്ണുങ്ങളൊക്കെ ആരെങ്കിലും വന്ന് ലോഡിയിലേക്കോ കാറിലേക്കോ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ട്. അതുകൂടാതെ ഈ ചെറുക്കന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ശമ്പളം കൊടുത്ത് നിർത്തുന്ന ആൾക്കാർ എന്നുവെച്ചാൽ ഒരു 3-4 ചെറുപ്പക്കാരുണ്ടാവും, ഒരു 3-4 പെൺകുട്ടികളുണ്ടാവും. ഈ പെൺകുട്ടികളിൽ പെണ്ണ് തന്നെയാണെന്നും പറയാൻ കഴിയില്ല. പെണ്ണിന്റെ വേഷം കെട്ടിയ ആൾക്കാരും ആയിരിക്കും ചിലപ്പോൾ ഈ തുള്ളലും ചാടലും കാണുന്നത്. കാരണം ആ നിലക്കുള്ള തുള്ളലൊക്കെ തുള്ള. കാരണം അപ്പൊ അത് ഈ കാണികൾ വിചാരിക്കുന്നത് എന്താണ്, പഠിച്ചവനെ അല്ലാതെ ഇവിടെ ഭയങ്കരമായ പുരുഷപ്പെട്ട സ്ഥലമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രോഗവും ശിഫായി കിട്ടുന്ന പറഞ്ഞ 1000-10,000 വാരി കൊടുത്ത് ആ മുഖാമ മൂടൽ എന്ന് പറഞ്ഞ ജാറം മൂടൽ എന്ന് പറഞ്ഞൊരു പതിവുണ്ട് അവിടെ. ഈ ജാറം മൂടൽ എന്നൊരു പതിവ് എന്ന് പറഞ്ഞാൽ അവിടെ ജാറം രാവിലെ അതിനുള്ളിൽ കിടക്കണമെങ്കിൽ 2 ഉറുപ്പിന്റെ ടോക്കൺ എടുക്കണം. അതുകൂടാതെ ജാറം മൂടാന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000-500 സ്ത്രീകളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സ്ത്രീകൾക്ക് എല്ലാ രോഗങ്ങളും ശിഫായി കിട്ടുമെന്ന് പറഞ്ഞിട്ട്
500 രൂപ 10-500 വാങ്ങിയിട്ട് തുണിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ തുണി മാത്രം ഈ ജാറത്തിന്റെ മുകളിലേക്ക് ഇടും. 500 രൂപ അവരെ പോക്കറ്റിൽ, കമ്മിറ്റിക്കാരെ പോക്കറ്റിൽ ഇടും. അതൊക്കെ അവിടെ സാധാരണ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കൊണ്ട് 2 വിധത്തിലാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. 2 വിധം എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ മുകളിൽ കൊണ്ട് ഈ ഇരുത്തൽ കാണുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ പിരിവ് കൊടുക്കും. ഇത് കഴിഞ്ഞ് കൂടാതെ രാത്രി അവരെ ലോഡ്ജിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഡബിൾ പൈസയാണല്ലോ. അങ്ങനെ കമ്മിറ്റിക്ക് തന്നെ, ഈ കമ്മിറ്റി തന്നെ ഏർവാടിയിൽ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് അവിടുത്തെ സിനിമാ തിയേറ്റർ. ബിസ്മില്ലാണ് അതിന്റെ പേര്. ഏർവാടി ദർഗന്റെ ഈ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആ തിയേറ്റർ കാണാം. പിന്നെ മിക്കവാറും ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിലേക്ക് കടന്ന ഒരു ലോഡ്ജ് ഉണ്ട്. ഈ ലോഡ്ജിലേക്കാണ് ഇവര് സ്ത്രീകളെ രാത്രി സപ്ലൈ ചെയ്യുന്നത്. അതെല്ലാം നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ദർഗന്റെ അടുത്ത് പോയി നിക്കലും പിടിക്കുക, എന്നാലും അവർ പിടിച്ചുകൊണ്ട് ഈ ചാട്ട പറഞ്ഞുകൊണ്ട് തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അടി എന്ന് പറഞ്ഞാൽ സ്ഥിരം പതിവുകളെ ഏർവാടിയിൽ അടിക്കെന്ന് പറഞ്ഞാൽ ജിന്നിന്റെ അടിയാണ്. ആർക്ക് ഭ്രാന്തന്മാരായിരിക്കും വേണം തല്ലാന്നുള്ള ഒരു നിയമങ്ങളൊക്കെ ആണ് നാട്ടില്. കാരണം തമിഴ്നാടാണല്ലോ. തമിഴ്നാട്ടിലെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ആർക്കും എന്താവാം. കാരണം വെച്ചാല് മലയാളിക്കൊന്നും അവിടെ ഒരു പവറൊന്നുമില്ല. ഒരു മലയാളിനെ തല്ലുന്ന കണ്ടാൽ മറ്റൊരു മലയാളക്കാരൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഈ ദർഗയിൽ നിന്ന് പൈസ കിട്ടി ജീവിക്കുന്ന മലയാളക്കാരാണ് കൂടുതലും. ഒരു 10-100 ആൾക്കാർ ഈ തലയിലൊരു കെട്ടും ഒരു സാളും ഒരു റെസിപ്പി ആയിട്ട് ദർഗന്റെ 4 ഭാഗത്തും നടക്കുന്ന ആൾക്കാർക്ക് പണി എന്താന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള പണി പെണ്ണുങ്ങളെ പല ലോഡ്ജിലേക്കും സപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന മലയാളക്കാരെ കയ്യിൽ നിന്ന് ശോഷണം ചെയ്ത് പൈസ വാങ്ങുക. അവിടെ വല്ല ശക്തികളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഇളക്കര വാൽ നോക്കി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ അവരെ കയ്യിൽ നിന്നുള്ള പൈസ മാറ്റിയിട്ട് അവസാനം അവർക്ക് പോലും വണ്ടിക്കൂലില്ലാത്ത ഗതിയിൽ അവിടെ കിടന്ന് തിരിഞ്ഞ് ലാസ്റ്റ് ഇബ്രാഹിം ബാദുഷന്റെ വെളിപ്പാടുണ്ടായാലും മാത്രമേ അവിടെ നിന്ന് പോകാൻ സാധിക്കുള്ളൂ എന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ കയ്യിലുള്ള വാച്ചടക്കം അവർ തട്ടിയെടുക്കുന്ന പല അവിടെയുള്ള കമ്മിറ്റിക്കാരടക്കം അതിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഞാൻ തന്നെ നേരിൽ കണ്ടിട്ടുണ്ട്. എന്റെ അനുഭവമുണ്ട്. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന ബാച്ചും സാധനങ്ങൾ അവർ വാങ്ങിയെടുത്തിട്ട് പിന്നെ എനിക്ക് അത് തന്നിട്ടോ പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളാകുമ്പോൾ അവരെ കയ്യിൽ നിന്ന് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ അവർ വരുമ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ തട്ടിയെടുക്കും. അവർ പറയും മേത്തിടാൻ പാടില്ല, മേത്തുണ്ടെങ്കിൽ അവരെ രോഗങ്ങൾ സ്റ്റിഫായി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇബ്രാഹിം ബാദുഷ വെളിപ്പാട് വരില്ല, അങ്ങനെ പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് തട്ടി വാങ്ങും. ലാസ്റ്റ് ഈ പെണ്ണുങ്ങളെ ഈ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് പെണ്ണുങ്ങൾ ഗർഭിണിയോ ആയി കഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ അവർ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് കൊന്നിട്ട് അല്ലെങ്കിൽ അവിടെ വെള്ളത്തിൽ കൊണ്ടിട്ടും പുഴയിൽ വീണ് മരിച്ചാണ്. അപ്പൊ അവിടെ സൈദാവതാന്ന് പറയും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു റുക്കിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പയ്യന്നൂരോ കണ്ണൂർ സൈഡിലോട്ടുള്ള ഒരു പെണ്ണായിരുന്നു. പാവ പെണ്ണ് 10-21 വയസ്സ് പ്രായമാണ്. ഭർത്താവിന്റെ കൂടെ വന്നിരുന്നത്. ഭർത്താവാണ് രോഗി, ഭാര്യയ്ക്ക് രോഗമില്ല. അങ്ങനെ ഭർത്താവിന് രോഗം ഉണ്ടായിട്ട് ഭർത്താവിന് രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ഭാര്യനെ പിടിച്ചിട്ടാണ് ചങ്ങല കിട്ടുന്നത്. അത് അവരവിടെ ഏർപാടി ഉണ്ടായത്. അത് പല പ്രാവശ്യം പത്രക്കാരെ എഴുതാൻ ശ്രമിച്ചിട്ട് പോലും അവര് പത്രക്കാരെ അതിനുള്ളിലേക്ക് വിടുകയോ പിടിക്കുകയോ ചെയ്തിരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സ്ത്രീ എന്നെ പല പ്രാവശ്യവും കരഞ്ഞു വിളിച്ചു പറഞ്ഞു, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, നിങ്ങൾ ഇവിടുന്ന് കെട്ടി ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ ഭർത്താവിനാണ് അസുഖം. ഭർത്താവിനെ വേറെ റൂം കൊണ്ടിട്ട് അടിച്ചിരിക്കുക, ഭാര്യയ്ക്ക് സുഖമില്ല. ഭാര്യനെ ഇവർ ഉപയോഗപ്പെടുത്തുമായിരുന്നു. അങ്ങനെ അവസാനം വന്നപ്പോഴാണ് പോലീസും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് ആ ഭാര്യ പെണ്ണിനെ അവിടെ നിന്ന് കഴിച്ചില്ലായതും പത്രക്കാരൊക്കെ ഇടപെട്ടാണ് പുറത്തു പോയത്. അങ്ങനെ ഒരു 100 കൂടുതൽ സംഭവങ്ങൾ അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 1.5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മളെ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാൻ കിടക്കുക. കാരണം എന്ന് പറഞ്ഞാല് പറയുമ്പോ പലർക്കും വെറുപ്പുണ്ടാവും. കാരണം വെച്ചാല്